കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റൽ പ്രധാന ലഹരി വിപണന കേന്ദ്രമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 4 കിലോ കഞ്ചാവാണ് കഴിഞ്ഞ ദിവസം എത്തിച്ചത്. ബാക്കി എന്ത് ചെയ്തു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം. കഴിഞ്ഞ ദിവസം 2 കിലോയിൽ അല്പം കൂടുതൽ കഞ്ചാവാണ് പിടികൂടിയത്. ബാക്കിയുള്ളൊരു പൊതി എവിടെ പോയി എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം പ്രധാനമായും കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാവുന്ന. അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥി ആഷിഖാണ് പ്രധാന ലഹരി ഇടപാടുകാരൻ എന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. പ്രദീപ് ജോസഫാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. പ്രദീപ്, ഈ ഒരു ലഹരിയുടെ ഹബ്ബായി ഈ കോളേജ് ഹോസ്റ്റൽ മാറി എന്നാണോ അറിയുന്നത്? അങ്ങനെയെങ്കിൽ മുൻപും കൂടുതലായി അവിടെ ലഹരി ഇടപാടുകൾ നടന്നു എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് പോകുന്നുണ്ടോ? ഒപ്പം ഈ അവിടെയുള്ള മറ്റ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് ആയിട്ടുണ്ടോ? അങ്ങനെ ഉള്ള മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഹരിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ ആരെങ്കിലും തെളിവുകൾ എന്തെങ്കിലും പുതുതായി നൽകുന്നുണ്ടോ? എന്തൊക്കെയാണ് പോലീസ് പുതുതായി കണ്ടെത്തുന്നത്? പ്രജീഷ്, ഇന്നലെ അറസ്റ്റിലായ ആഷിഖിനെ വിശദമായി ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. നേരത്തെയും ഇവർ ആഷിഖും ഒപ്പം ഷാലിഖും നേരത്തെയും ലഹരി കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ചിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് ഇവർ ലഹരി എത്തിച്ചത്. ഇത് 4 കിലോയോളം വരുന്നതായിരുന്നു. ഇതിൽ 2 കിലോ കളമശ്ശേരി ഹോസ്റ്റലിൽ വെച്ച് പിടികൂടി. ബാക്കി വരുന്നത് ഒരു പാക്കറ്റിലായാണോ ഒന്നിലധികം പാക്കറ്റുകളിലായാണോ എത്തിച്ചത് എന്നത് വ്യക്തമല്ല. അതേസമയം ഇത് പിന്നീട് ആർക്ക് കൈമാറി, എവിടേക്ക് കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആലുവയിൽ ജീവിക്കുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് ഇവർ കഞ്ചാവ് വാങ്ങിയിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ഇതര സംസ്ഥാന തൊഴിലാളിയിലേക്ക് അന്വേഷണ സംഘം ഏതാണ്ട് എത്തിയിട്ടുണ്ട്. നേരത്തെയും ഇയാളിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നേരത്തെ തന്നെ ലഹരി ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന, പ്രത്യേകിച്ചും കളമശ്ശേരിയിലെ ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ ലഹരി ഇടപാട് നടത്തിയിരുന്നത്. ഒരുപക്ഷെ തന്ത്രപരമായി നടത്തിയ ഒന്നായിരിക്കാം. കാരണം നമുക്കറിയാം, കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകളിൽ പലയിടത്തും വാർഡന്മാരില്ല, അല്ലെങ്കിൽ തന്നെ കാര്യമായി പരിശോധനകൾ നടക്കാറില്ല. വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ചില നേതാക്കളും ഒക്കെയാണ് പല ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധികൃതർക്കോ പലപ്പോഴും ഈ ഹോസ്റ്റലുകളിൽ ഒരു പരിശോധന പോലും നടത്താൻ സാധിക്കാറില്ല. ഇത് ഒരു സുവർണ അവസരമായി കണ്ട്, അല്ലെങ്കിൽ ഇതൊരു അവസരമായി കണ്ട് തന്നെയാണ് ഈ കോളേജ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ഇവർ ലഹരി ശേഖരിച്ചത് അല്ലെങ്കിൽ ലഹരി വിപണനം നടത്തിയത് എന്നാണ് സൂചന. അതായത് ഇവിടെ എത്തിച്ച് ഒന്നുകിൽ ഈ കോളേജ് ഹോസ്റ്റലിൽ ഇവിടെ സൂക്ഷിച്ചാണോ ലഹരി മറ്റു പലയിടങ്ങളിലേക്ക് വിതരണം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പ്രധാനപ്പെട്ട കേന്ദ്രമായി കോളേജ് ഹോസ്റ്റൽ മാറി എന്ന ഗൗരവതരമായ സംശയം കൂടി പോലീസിനുണ്ടോ? ഇപ്പോൾ ഒരു പാക്കറ്റ് എവിടെ പോയി, ബാക്കി ലഹരി മരുന്ന് എവിടെ പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കോളേജിൽ നേരത്തെ പഠിച്ചിരുന്ന ആഷിഖാണ് പ്രധാന പ്രതി. ആഷിഖാണ് ഈ ഇടപാടുകൾ നിയന്ത്രിച്ചത് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആഷിഖിന് പിന്നിൽ പുറത്തുള്ള ആരെങ്കിലും ഉണ്ടോ, അവിടെ നിന്ന് ചിലർ ഓടിപ്പോയി തുടങ്ങിയ സംശയങ്ങളും വിവരങ്ങളും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നഗരത്തിലെ ലഹരി വിപണനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇടമായി, ഒളിത്താവളമായി ഈ ക്യാമ്പസ് മാറിയിട്ടുണ്ടോ? രതീഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ കഞ്ചാവ് തൂക്കി വിൽക്കുന്നതിനുള്ള ത്രാസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയിരുന്നു. അതായത് ലഹരി ഈ ഹോസ്റ്റലിൽ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഇവിടങ്ങളിൽ നിന്ന് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക്, അവർക്ക് കൂടാതെ പുറത്തുള്ള ആളുകൾക്കും വിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത്. ഇതിനുവേണ്ടി നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ആളുകളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, മുൻപ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം എത്തിച്ച 4 കിലോ കഞ്ചാവിൽ ബാക്കി 2 കിലോയോളം വരുന്ന കഞ്ചാവ് എവിടേക്കാണ് കൊണ്ടുപോയത്, ആർക്കാണ് കൈമാറിയത്, ഇതൊന്നും വ്യക്തമല്ല. മുൻപ് പറഞ്ഞു വന്നതിന് ബാക്കിയായി ഒരു കോളേജ് ഹോസ്റ്റലിലാകുമ്പോൾ കാര്യമായ തോതിൽ പരിശോധനകൾ ഉണ്ടാകാറില്ല എന്നതുകൊണ്ട് തന്നെ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് പ്രതികൾ ഈ കോളേജ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാട് നടത്തിയത് എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഈ കോളേജിലെ അല്ലെങ്കിൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, പുറത്തുള്ള ആളുകൾക്കും ഇവിടെ നിന്ന് ലഹരി വിതരണം ചെയ്തിരുന്നോ എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതേസമയം ഇന്നലെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടേക്ക് കഞ്ചാവ് എത്തിച്ചു എന്ന് പറയുമ്പോൾ നേരത്തെയും അവിടെ ലഹരി വ്യാപനം ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് പ്രധാനപ്പെട്ട ഒരു വാദം ഉണ്ടായിരുന്നല്ലോ. അരാഷ്ട്രീയതയാണ് ക്യാമ്പസുകളിൽ ഇത്തരം ലഹരി ഉപയോഗം, അക്രമമൊക്കെ കൂടാൻ കാരണം. അത് ഗ്യാങ് വാറായി മാറുന്നത് അതുകൊണ്ടാണ്. രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസുകളാണ് പ്രശ്നം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് കൂടി വ്യക്തമാവല്ലേ. രാഷ്ട്രീയമുള്ള ക്യാമ്പസിൽ രാഷ്ട്രീയ സംരക്ഷണം കൂടി ഇവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. ആ ഒരു സമ്മർദ്ദം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കച്ചവടമൊക്കെ നടന്നത്. തീർച്ചയായും അങ്ങനെ നമുക്ക് പറയേണ്ടി വരും. കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഈ ലഹരിയുടെ കടത്തുകാരായി മാറുന്നു.